ഞങ്ങൾക്കെതിരായി ഒരുപാട് കള്ളപ്രചരണം വീടുകളിലെത്തിയിട്ടുണ്ട്. പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന് ചോദിക്കുമ്പോൾ മകൻ പറയാണ്, പോറ്റിയെ കയറ്റിയത് KC വേണുഗോപാൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ്. തമ്മിലടിക്കുന്ന കോൺഗ്രസ് ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് അല്ല. പത്മകുമാറിന്റെ പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും ഒരു നടപടി അദ്ദേഹത്തിന് ഉണ്ടാകാത്തെങ്കിലും അത് സ്വാഭാവികമായും പാർട്ടി പ്രവർത്തകന്മാർ ചോദിക്കുമല്ലോ. അതിൽ തർക്കമില്ല, നടപടി എടുക്കേണ്ടതാണ്. സർക്കാരിനോട് അഭിപ്രായം ചോദിക്കുമ്പോൾ ഇതാണ് പറയുക, അതാണ് സത്യവാങ്മൂലം. വെള്ളാപ്പള്ളിയുടെ തെറ്റായ കാര്യങ്ങളെ പാർട്ടി എല്ലാ കാലത്തും നിലപാട് സ്വീകരിച്ചു പറഞ്ഞിട്ടുണ്ട്. തെറ്റിനെ തെറ്റാണ്. ജയരാജനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് താങ്കൾക്ക് വലിയ ആഗ്രഹമുള്ളത് പോലെ ഉണ്ടല്ലോ. എന്തായാലും പ്രമുഖരൊക്കെ കളത്തിലിറങ്ങിയല്ലേ മതിയാവും. ജയസാധ്യതയുള്ളവർ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടാവും. അപ്പോൾ അങ്ങയുടെ ജയസാധ്യത അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? നമസ്കാരം, വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. ഏറ്റവും നിർണായകമായ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന സംസ്ഥാനത്ത് 3 മുന്നണികളും തികഞ്ഞ പ്രതീക്ഷയിലാണ്. 10 വർഷം കേരളം ഭരിച്ച ഭരണമുന്നണിയിലാണ് എല്ലാ കണ്ണുകളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ആരോപണങ്ങളെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുമുന്നണിക്ക് 2026 അടിതെറ്റുമോ? ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ MV ജയരാജൻ. സ്വാഗതം. ഈ 10 വർഷം തുടർച്ചയായി കേരളം ഭരിച്ച ഒരു സർക്കാരാണ് 3ാം തവണയും തുടർഭരണത്തിനായി ഇറങ്ങുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ്. ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും എങ്ങനെയാണ്? തീർച്ചയായും കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു തുടർഭരണം ഇടതുപക്ഷത്തിന് ലഭിക്കുന്നത്. അതിന് കാരണം ഒന്നാം പിണറായി വിജയൻ സർക്കാർ വികസനക്ഷേമ രംഗങ്ങളിൽ മികവാർന്ന പ്രവർത്തനം നടത്തിയെന്ന് ജനങ്ങൾക്ക് അനുഭവത്തിലൂടെ ബോധ്യമായതുകൊണ്ടാണ് അവർ രണ്ടാമതും LDF സർക്കാരിനെ തിരഞ്ഞെടുത്തത്. പോയ 10 വർഷം LDF സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ ഇടതുപക്ഷമല്ലാതെ മറ്റേത് പക്ഷമാണ് കേരളം ഭരിക്കേണ്ടത് എന്നതാണ് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഇന്നിപ്പോൾ ചോദിക്കുന്നത്. കാരണം വികസനം എന്ന് പറഞ്ഞാൽ നാടിൻ്റെ പുരോഗതിയാണ്, ഒപ്പം ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തലുമാണ്. ഇത് രണ്ടും ചേരുന്നതാണ്. അത് രണ്ടും ഇപ്പോൾ നടക്കുന്നുണ്ട്. വലതുപക്ഷമാണ് UDF ആണ് വരുന്നതെന്ന് കരുതുക. UDF വന്നാൽ പെൻഷൻ ഉണ്ടാവില്ല. അത് പറഞ്ഞു, കൈക്കൂലിയാണ്. KPCCയുടെ നേതാവല്ല, AICC നേതാവാണ് പറഞ്ഞത് കൈക്കൂലിയാണ്. KPCCയുടെ നേതാവും UDFൻ്റെ കൺവീനറും പറഞ്ഞു പെൻഷൻ വർദ്ധിപ്പിക്കാൻ പാടില്ല. മുമ്പ് കരുണാകരൻ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ഘട്ടത്തിൽ പറഞ്ഞു നായനാരോട് പെൻഷനൊന്നും കൊടുക്കാൻ പാടില്ല, സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ഒരു നയാ പൈസ എടുത്തിട്ട് നിങ്ങൾ വിതരണം ചെയ്തുകൂടാ, അത് ദൂർത്താണ്. അപ്പോൾ പെൻഷൻ എന്ന് പറയുന്നത് പാവങ്ങളുടെ അവകാശമാണെന്ന് കരുതുന്ന ഒരു സർക്കാരാണ് ഇടതുപക്ഷം. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അത്ര കണ്ട് ഇടതു സർക്കാരിനെ ചേർത്ത് നിർത്തിയില്ലല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും ഞങ്ങൾ മറച്ചു വെക്കുന്നില്ല. ആ തിരിച്ചടിയിൽ നിന്ന് പാഠം പിടിച്ചുകൊണ്ടാണ് വീണ്ടും ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയത്. ഞാൻ ആ 15 ദിവസവും വീട് കയറിയതാണ്. ഓരോ വീട്ടിലുള്ളവരോടും ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾക്കെതിരായി ഒരുപാട് കള്ളപ്രചരണം വീടുകളിലെത്തിയിട്ടുണ്ട്. ഞാനിപ്പോഴും ഞെട്ടിപ്പോയ ഒരു കാര്യമുണ്ട്. പടന്ന പഞ്ചായത്ത്, കാസർഗോഡ് ജില്ല, അവിടെ ആ വീടുകളിൽ കയറിയപ്പോൾ ചില വീടുകളിൽ നിന്ന് പറഞ്ഞു, നിങ്ങൾ SIR കൊണ്ടുവന്ന പിണറായി വിജയൻ്റെ ആൾക്കാരല്ലേ, നിങ്ങൾക്കെങ്ങനെയാണ് വോട്ട് ചെയ്യുക? ഞങ്ങളെ പാകിസ്ഥാനിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടല്ലേ SIR? ഇതാ സ്ത്രീ, നബീസ എന്നോ മറ്റോ ആണ് പേര്, ആ സ്ത്രീ വിശ്വസിച്ചിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ മൊബൈൽ ഫോണിൽ മുമ്പ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായും പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്നതിനെതിരായി നടത്തിയ പ്രസംഗത്തിൻ്റെ ചെറിയ ഭാഗമുണ്ടായിരുന്നു. അതോടൊപ്പം
നിയമസഭയിൽ SIR-നെതിരായ പ്രമേയം പാസാക്കിയപ്പോൾ നടത്തിയ പ്രസംഗത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ടായിരുന്നു. ഇത് രണ്ടും ഞാൻ കേൾപ്പിച്ചു. എന്താന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്? പൗരത്വ രജിസ്റ്റർ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പറഞ്ഞാൽ നടപ്പാക്കില്ല. SIR അത് വളഞ്ഞ വഴിയിലൂടെ പൗരത്വ രജിസ്റ്റർ കൊണ്ടുവരാനുള്ള നീക്കമാണ്. ആ സത്യം പറയുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടവർ തീർച്ചയായും ഇടതുപക്ഷത്തോടൊപ്പം തന്നെ തിരിച്ചു വരും. 10 വർഷം തുടർച്ചയായി LDF ഭരിക്കുന്നത് പോലെ 10 വർഷം തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കുകയാണ് UDF. തീർച്ചയായും UDF-ന് ഇത് ജീവൻ മരണ പോരാട്ടം തന്നെയാണ് 2026. ടീം UDF എന്നാണ് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും നമുക്ക് ആ ടീം UDF-ൻ്റെ ഒരു ഐക്യമൊക്കെ പ്രതീക്ഷിക്കാം. ആ ഒരു ഐക്യത്തെ CPM ഭയക്കുന്നുണ്ടോ? CPM അല്ല, കോൺഗ്രസിൻ്റെ തന്നെ സാധാരണക്കാർ ടീം UDF അല്ലെന്ന് വടക്കാഞ്ചേരിയിൽ തെളിയിച്ചു, കുറ്റ്യാടിയിൽ തെളിയിച്ചു. കുറ്റ്യാടി കഴിഞ്ഞിട്ടാണ് വടക്കാഞ്ചേരി എത്തിയത്. കുറ്റ്യാടിയിലാണെങ്കിൽ ടീം ഒന്നിച്ചു നിന്നാണ് കഴുത്തിന് പിടിച്ചത്. അതാണ് ആ ടീമിൻ്റെ ഒരു കഴുത്തിന് പിടുത്തമുണ്ടല്ലോ. നമ്മുടെ ഷാഫി പറമ്പിൽ DCCയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹമാണ് അധ്യക്ഷൻ്റെ കഴുത്തിന് പിടിച്ചിട്ടുള്ള പോക്ക് കണ്ടപ്പോൾ ആ മുല്ലപ്പള്ളി പറഞ്ഞല്ലോ, നിങ്ങളിങ്ങനെ വികാരം കൊള്ളരുത്, നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന് മുല്ലപ്പള്ളി പോലും പറഞ്ഞല്ലോ. എന്നാൽ DCC പ്രസിഡന്റ് പറയുന്നത് എന്താ? സ്നേഹത്തള്ളലാണ്. ഇതാണ് സ്നേഹത്തള്ളലെങ്കിൽ സഹപ്രവർത്തകൻ്റെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുന്നതാണ് സ്നേഹത്തള്ളലെങ്കിൽ അതൊരു ടീമാണ്. വടക്കാഞ്ചേരി എത്തിയപ്പോൾ എന്താ കണ്ടത്? മുമ്പിൽ നിന്ന് ഒരു കൗൺസിലർ തന്നെ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുകയാണ്, 100 സീറ്റിൻ്റെ കാര്യം അവിടെ പറയണ്ട, ആദ്യം നേതാക്കൾ തമ്മിലടി നിർത്ത് എന്ന് പരസ്യമായി ഒരു കൗൺസിലറായ കോൺഗ്രസ്സുകാരിയെ കൊണ്ട് പറയിപ്പിക്കണമെങ്കിൽ ഇതെന്ത് ടീമാണ്? പക്ഷേ ഈ തമ്മിലടിയൊക്കെ ഉള്ള സമയത്ത് തന്നെയാണ് UDF തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വലിയ രീതിയിൽ ഒരു മുന്നേറ്റമൊക്കെ ഉണ്ടാക്കിയത്. തമ്മിലടിക്കുന്ന കോൺഗ്രസ് തമ്മിൽ ഭേദമാണ് എന്ന് പറയാൻ ഞാൻ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. തമ്മിലടിക്കുന്ന കോൺഗ്രസ് ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് അല്ല എന്നേ എനിക്ക് വിലയിരുത്താൻ കഴിയും. മലയാളികളുടെ ഒരു സ്വഭാവം മാറി മാറി ഇടതു വലതു മുന്നണികൾക്ക് മാറി മാറി അവസരം നൽകി ശീലിച്ചിട്ടുള്ള ഒരു മലയാളിയാണ്. കഴിഞ്ഞ തവണ അതിനൊക്കെ ഒരു മാറ്റമുണ്ടായത്. കഴിഞ്ഞ തവണ 10 വർഷമായി കണ്ടു ശീലിച്ച ഒരു ശൈലിയും മുഖങ്ങളുമൊക്കെ ഇനി വേണ്ട, ഇനിയൊരു പുതിയ മുന്നണിയല്ല എങ്കിൽ പോലും ഒരു UDF-നൊരു അവസരം കൊടുക്കാം എന്ന് മലയാളികളുടെ ഒരു സ്വഭാവം അനുസരിച്ച് അങ്ങനെ അവർ ചിന്തിക്കില്ല എന്ന് ഒരു ഉറപ്പുണ്ടോ? കാരണം അതായിരിക്കില്ലേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്? അതിൻ്റെ ഒരു സൂചനയായിരിക്കില്ലേ? അല്ല, മലയാളികൾ അങ്ങനെ ചിന്തിക്കുന്നു എങ്കിൽ 2021 LDF-ന് തുടർഭരണം കിട്ടില്ലല്ലോ. അതിനു മുമ്പ് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് LDF ഉണ്ടാക്കിയത്. അത് നമുക്കറിയാമായിരുന്നു. 21 ആകുമ്പോൾ തുടർഭരണം ഉണ്ടാകുമെന്ന് ഏറെക്കുറെ നമ്മൾ ഉറപ്പിച്ചതാ. പക്ഷേ നിലവിൽ ഇപ്പോൾ അതല്ല സ്ഥിതിയും സാഹചര്യവും. അതെ, 2019 ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്, 2020 മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്, 2019 തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന കാര്യം 2021 ജനങ്ങൾ ഒരു പുതുമുഖങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഇടതുപക്ഷത്തിന് തുടർഭരണം കൊടുക്കില്ല. എന്നാൽ ഈ ഒരു പുതുമുഖം ഇടതുപക്ഷം തന്നെ 5 വർഷം കഴിയുമ്പോഴോ 1 വർഷം കഴിയുമ്പോഴോ 2 വർഷം കഴിയുമ്പോൾ പുതിയ മുഖങ്ങളെന്ന് പറയുന്നത് എന്താ? പുതിയ പദ്ധതികളുമായി ജനങ്ങളുടെ ഇടയിലെത്തുകയാണ്. അതാണ് ജനങ്ങൾക്ക് വേണ്ടത്. വലിയ രീതിയിൽ 10 വർഷം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു ഭരണമുന്നണി. പക്ഷെ അപ്രതീക്ഷിതമായി തദ്ദേശ തെരഞ്ഞെടുപ്പിനൊക്കെ തൊട്ട് മുമ്പ് അപ്രതീക്ഷിതമായാണ് ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന വിഷയമൊക്കെ ഇടതുമുന്നണിക്ക് നേരിടേണ്ടി വന്നു. സർക്കാരിനത് അഭിമുഖീകരിക്കേണ്ടി വന്നു. ഈ ശബരിമല CPM-നെ സംബന്ധിച്ചൊരു ശാപമായി വിടാതെ പിന്തുടരുകയാണ്. ശബരിമല ഇപ്പോൾ UDF തന്നെ പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ട് ഉപേക്ഷിച്ചല്ലോ. പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന് ചോദിക്കുമ്പോൾ മകൻ പറയാണ്, പോറ്റിയെ കയറ്റിയത് KC വേണുഗോപാൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് അപ്പ എന്ന് കൃത്യമായി മകൻ തന്നെ മറുപടി പറയുന്നിടയ്ക്ക് എത്തി. അപ്പോൾ അപ്പനോട് ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ കഴിയുന്ന വിധത്തിൽ മാറി.
എല്ലാ തെളിവുകളും വസ്തുതകളും പുറത്തു വന്നല്ലോ. പക്ഷേ ഈ ജയിലിൽ കിടന്നതും ഇപ്പോൾ പുറത്തിറങ്ങിയതും ഒക്കെ ഒന്നും കോൺഗ്രസ്സുകാരല്ലല്ലോ, ഒക്കെ CPM-കാരല്ലേ, CPM അനുഭാവികളും CPM-കാരും അല്ലേ. ഒരു MLA ഉൾപ്പെടെയാണ്, മുൻ MLA ഉൾപ്പെടെയാണ് ജയിലിനകത്ത് കിടക്കുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടില്ല. അത് CPM-നെ പ്രതിരോധത്തിലാക്കി. ആകെ CPM-ൻ്റെ എന്ന് പറയാൻ പറ്റുന്നത് 2 ആളാണ്. 12 പ്രതികളിൽ ബാക്കി 10 പ്രതികളും കോൺഗ്രസ് അനുകൂല ദേവസ്വം ബോർഡ് സംഘടനയുടെ നേതാക്കന്മാരും BJP അനുകൂല നേതാക്കന്മാരുമാണ്. അത് മുഴുവൻ. അത് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്നില്ല. അവരാണ് മുഖ്യ പ്രതികൾ എന്നുള്ളത് പുറത്തു വരുന്നില്ല. ഇപ്പോഴുള്ളതോ അതിനേക്കാൾ വലിയ കോൺഗ്രസ് നേതാക്കന്മാർ വരിക. പത്മകുമാറിന്റെ പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും ഒരു നടപടി അദ്ദേഹത്തിന് ഉണ്ടാകാത്തത്, ഈ ഭവന സന്ദർശന സമയത്ത് ഏതെങ്കിലും രീതിയിൽ പാർട്ടി അനുഭാവികളെങ്കിലും അത്തരത്തിലൊരു അത് സ്വാഭാവികമായും പാർട്ടി പ്രവർത്തകന്മാർ ചോദിക്കുമല്ലോ. അതിൽ തർക്കമില്ല, നടപടി എടുക്കേണ്ടതാണ്, അതെടുക്കും. അല്ല, ആ സമയത്ത് ഒരുപക്ഷെ ഇലക്ഷൻ സമയത്ത് അത് മുന്നിൽ കണ്ടെങ്കിൽ അത്തരത്തിലൊരു നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരു, അതായത് മാതൃകാപരമായി CPM നിലപാടെടുത്തു എന്ന് പാർട്ടിക്കാരെങ്കിലും വിശ്വസിക്കാൻ അല്ലെങ്കിൽ കണക്കിലെടുക്കാൻ കഴിയുമായിരുന്നു. അതിലാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. ഒരു കുറ്റപത്രത്തിൽ ഇദ്ദേഹത്തിൻ്റെ പങ്ക് സംബന്ധിച്ച വസ്തുതാ വിവരണം ഇല്ലാതെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചാൽ കിട്ടുന്നത് പോലെയുള്ള വസ്തുതകളുടെ പിൻബലമില്ലാതെ നടപടിയെടുക്കാൻ കഴിയില്ല. നടപടിയെടുക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം, കോൺഗ്രസിനെ പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ശേഷം ആ പ്രശ്നത്തിൽ സംശയത്തിന് യാതൊരു ഇടവുമില്ല. ഞങ്ങൾ നാട്ടുകാരോട് അത് പറഞ്ഞപ്പോൾ ജനങ്ങൾക്കെല്ലാം അത് ബോധ്യമായിട്ടുമുണ്ട്. അപ്പോൾ ആ വിഷയം തന്നെയായിരുന്നു ഏറെക്കുറെ മുഴച്ചു നിന്നിരുന്നത്. അങ്ങനെ പറയാൻ കഴിയില്ല. ജനകീയ പ്രശ്നങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. SIR വലിയ തോതിലുള്ള പ്രചരണം നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പം വിശ്വാസികളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ പറ്റുമോ? സ്വാഭാവികമായി അത് തന്നെയായിരിക്കും ഉയർന്നു നിൽക്കുക. എല്ലാ മതത്തിലും പെട്ട വിശ്വാസികളെ വിശ്വാസപരമായ കാര്യങ്ങളിൽ അവർക്കൊപ്പമാണ് ഞങ്ങളുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഭവന സന്ദർശനമൊക്കെ നടത്തി ഒരുവിധം ജനങ്ങളെ മനസ്സിലാക്കി അങ്ങനെ മുന്നോട്ട് വരുമ്പോഴാണ് ഇടുത്തി പോലെ വീണ്ടും യുവതീ പ്രവേശനം വരുന്നത്. സുപ്രീം കോടതിയിൽ ഒരു നിലപാട് പറയുക, അത് മാർച്ച് 14-നാണ് നിലപാട് പറയേണ്ട ഒരു സമയപരിധി സുപ്രീം കോടതി വെച്ചിരിക്കുന്നത്. തള്ളാനും വയ്യ കൊള്ളാനും വയ്യാത്തൊരവസ്ഥയിലാണോ CPM? അല്ല, അത് കോടതിയാണ് തീരുമാനിക്കുക, അത് ഞങ്ങളല്ല. ഞങ്ങൾ എന്താ നിലപാട്? വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ. ആചാരപരമായ കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടവർ പാർട്ടിക്കാരല്ല, അത് തന്ത്രിയും ആചാരസ്ഥാനീയന്മാരുമാണ്. അല്ല, പക്ഷേ തന്ത്രിമാരല്ലല്ലോ അവിടെ പോയി അഭിപ്രായം പറയുക. സർക്കാരിനോട് അഭിപ്രായം ചോദിക്കുമ്പോൾ ഇതാണ് പറയുക, അതാണ് സത്യവാങ്മൂലം അന്നത്തെ. ഞങ്ങളല്ല ഈ വിശ്വാസപരമായ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് തന്ത്രിയും ആചാരസ്ഥാനീയന്മാരുമാണ്. അന്ന് കൊടുത്ത സത്യവാങ്മൂലം യുവതീ പ്രവേശനമാകാമെന്ന രീതിയിലായിരുന്നു. ആ സത്യവാങ്മൂലം എന്തായിരുന്നു അന്ന് കൊടുത്ത? അതാ തെറ്റിപ്പോയത്. അന്നത്തെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞതാണ് ഞങ്ങൾ അതിൻ്റെ അകത്ത് ആചാരപരമായ വിശ്വാസപരമായ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ അധികാരപ്പെട്ടവരല്ല. അതിന് തന്ത്രിമാരടക്കമുള്ള മതപണ്ഡിതന്മാരുടെ ഒരു സമിതി ഉണ്ടാക്കി കോടതി അവരുടെ അഭിപ്രായം തേടണം. എന്തുകൊണ്ടാണ് അന്ന് 2018 കോടതി വിധി നടപ്പാക്കാൻ ഇത്രയും ഒരു വ്യഗ്രത കാട്ടിയത്? എന്തുകൊണ്ടാണ്? അല്ലല്ല, കോടതിയാണ് അത് ചെയ്യേണ്ടത്. ഇപ്പോഴും കോടതിക്ക് അത് ചെയ്യുക. കോടതി 7 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കോടതി 7 ചോദ്യങ്ങളിൽ ഒരു ചോദ്യം എന്താണെന്നറിയോ? ആചാരപരമായ കാര്യങ്ങളിൽ തീർപ്പുണ്ടാക്കാൻ കോടതിക്ക് അവകാശമുണ്ടോ? ഇതാണ് കോടതി തന്നെ ചോദിക്കുന്ന ചോദ്യം. ഇത് ശബരിമലേൻ്റെ സ്ത്രീ പ്രവേശനം മാത്രമല്ല, മുസ്ലിങ്ങളടക്കമുള്ള ചില മതങ്ങളുടെ ആരാധനാലയങ്ങളിൽ മറ്റ് ചില സംസ്ഥാനങ്ങളിൽ സ്ത്രീ പ്രവേശനം അനുവദിക്കുന്നില്ല. ഇതെല്ലാമാണ് കോടതി നോക്കുന്നത്. ഇനിയിപ്പോൾ സർക്കാരിൻ്റെ നിലപാടെന്ന് പറയുന്നത് വിശ്വാസികൾക്കൊപ്പം നിൽക്കുക എന്നൊരു നിലപാടാണ്. തീർച്ചയായും. അപ്പോൾ ഈ നവോത്ഥാന മതിലൊക്കെ കെട്ടിയതൊക്കെ അതിൻ്റെ മുന്നിൽ ചവിട്ടി നിന്നുകൊണ്ടാണോ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുന്നത്? വിശ്വാസികൾക്കെതിരല്ല. നവോത്ഥാനം എന്ന് പറയുന്നത് എന്താ? ശ്രീനാരായണ ഗുരുവിനെ ഓർക്കലാണ്. ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞാൽ ആരാ? അന്ധവിശ്വാസത്തിനെതിരാണ്, വിശ്വാസത്തിനെതിരല്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ച മഹാനാണ് ശ്രീനാരായണ ഗുരു.
അതാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന് ഈ മലയാള നാടിനെക്കുറിച്ച് വിശേഷിപ്പിക്കാൻ കാരണം. CPM ഏത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് നിലപാടിനൊപ്പം നിൽക്കും? വിശ്വാസികൾക്കൊപ്പം നിൽക്കുമോ, നവോത്ഥാനത്തിനൊപ്പം നിൽക്കുമോ? അല്ല, അത് കോടതി പറയട്ടെ. കോടതിയാണ് തീർപ്പുണ്ടാക്കേണ്ടത്. ഈ റിവ്യൂ കോടതി തന്നെ നടത്തുന്നതാണ് ഭരണഘടനാ ബെഞ്ച്. അപ്പോൾ കോടതിയാണ് അതിന്മേൽ തീരുമാനം ഉണ്ടാക്കുക. അപ്പോൾ എന്തായാലും സത്യവാങ്മൂലത്തിൽ സർക്കാരിൻ്റെ നിലപാട് വിശ്വാസികൾക്കൊപ്പമാണ് എന്നതായിരിക്കും. എന്താ തർക്കം? വിശ്വാസപരമായ കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടവർ സർക്കാരോ പാർട്ടികളോ അല്ലെന്നാണ് ഞങ്ങളുടെ സുചിന്തിതമായ അഭിപ്രായം. ഈ അഭിപ്രായം 2018 ഇത്രയും നിശ്ചയദാർഢ്യത്തോടുകൂടി എന്തുകൊണ്ടാണ് എടുക്കാൻ കഴിയാതെ കൊടുത്തല്ലോ? അതുകൊണ്ടാണ് കൊടുത്തു. 2018 അത് സത്യം, പിന്നീടല്ല. 2018 ആ വിധി വന്നപ്പോൾ, സുപ്രീം കോടതി യുവതീ പ്രവേശനമാകാമെന്ന വിധി വന്നപ്പോൾ എന്തുകൊണ്ടാണ് വിശ്വാസികൾക്കൊപ്പം നിൽക്കാതെ പോയത്? അന്ന് പറഞ്ഞല്ലോ. ഇതാ കോടതിയാണ് ഇത് വിധിച്ചത്. കോടതിയോട് ഞങ്ങൾ പറഞ്ഞത് ഇതാ. ആ പാരഗ്രാഫ് എന്നെ കാണിച്ചു കൊടുത്തല്ലോ. പക്ഷെ 2 യുവതികൾ ആ സമയത്ത് പ്രവേശിക്കുക, യുവതികളെ പോലീസ് സംരക്ഷണയോടെ പ്രവേശിക്കേണ്ടി വന്നൊരു സാഹചര്യം സർക്കാർ ഒരുക്കിയെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. അത് കോടതിയാണ്, സർക്കാരല്ല. സർക്കാർ അങ്ങനെ ഒരു വിധിയോ ഉത്തരവോ ഇറക്കിയിട്ടില്ല. കോടതിയുടെ വിധിയാണത്. ഇനിയിപ്പോൾ കോടതി പറയുന്നു ഇന്നത് നിങ്ങൾ ചെയ്യണം, ആ കോടതി വിധി നടപ്പാക്കേണ്ടി വരും. യുവതീ പ്രവേശനമാകാമെന്ന നിലപാടിൽ സുപ്രീം കോടതി ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സർക്കാരിൻ്റെ നിലപാട് എന്തായിരിക്കും? അല്ല, അത് ഒരു ഊഹച്ചോദ്യമാണ്. ഇന്നത് വരാനിടയുണ്ടെന്ന് കരുതിയിട്ട് അല്ല, കോടതി വിധി നടപ്പാക്കുകയാണല്ലോ സർക്കാരിന്റെ ലക്ഷ്യം. അത് അങ്ങ് പറയുന്നത് അങ്ങനെയല്ല. എന്ത് കോടതി വിധി വന്നാൽ കോടതി വിധി എന്താണോ അത് നടപ്പാക്കാൻ ബാധ്യസ്ഥനാണ് സർക്കാർ എന്ന് പറയുന്നത്. വിധി മറിച്ചു വന്നാൽ എന്തായിരിക്കും? കോടതി വിധി നടപ്പാക്കുക, യുവതീ പ്രവേശനം വേണ്ട എന്ന രീതിയിലാണ് സർക്കാർ. നമ്മള് പുനഃപരിശോധനയിൽ മേൽ കോടതിയുടെ വിധി എന്താണെന്നുള്ളത് കാത്തിരിക്കുകയല്ലാതെ വിധി ഇന്നത് വരുമെന്ന് ഇപ്പോഴേ നിഗമനത്തിലെത്താൻ പറ്റൂല. അപ്പൊ ഏത് വിധി വന്നാലും സർക്കാർ നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ്. അത് കോടതി പറയട്ടെ, നിങ്ങൾ ഇതാ നടപ്പാക്കണം. കോടതി വിധി സർക്കാരിനോട് പറയുന്നു. കോടതി വിധി കോട്ട് ചെയ്ത് ചിലർ സർക്കാരിന് എഴുതുന്നു. ഇത്തരം ഘട്ടങ്ങളിലാണ്. അപ്പോൾ സുപ്രീം കോടതി ഈ പുനഃപരിശോധനാ ഹർജിയിൽ കേരളത്തിൽ, മഹാരാഷ്ട്രയിൽ, ബീഹാറിൽ, മറ്റിടങ്ങളിലൊക്കെ വിവിധ മതങ്ങളുടെ ആരാധനാലയങ്ങളിലെ സ്ത്രീ പ്രവേശനത്തിൽ എന്താണോ കോടതി പറയുന്നത് അതത് സംസ്ഥാനങ്ങൾ അന്നേരം നോക്കും. അതുപോലെ കേരളവും. അല്ലാതെ ഇപ്പോൾ നമുക്ക് ഒരു മുൻവിധിയോടുകൂടി വിധി ഇന്നതാവും എന്ന് പറയാൻ കഴിയില്ല. വിധി എന്താകുമെന്നുള്ളത് പറയാതെ, കണ്ടെത്താതെ, അത് ആ സമയത്തെടുക്കേണ്ട തീരുമാനത്തെ മുൻകൂട്ടി നമുക്ക് ഒരു പ്രവചനം നടത്താൻ കഴിയില്ല. മദ്യനയത്തിൽ ഈ സഭാ നേതൃത്വം വലിയ രീതിയിൽ പ്രതിഷേധവുമായാണ് സർക്കാരിനെതിരെ രംഗത്തുള്ളത്. ആ പ്രതിഷേധത്തെ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ സർക്കാർ? പ്രതിഷേധം ഏതായാലും നേരായ വഴിയിലൂടെ പ്രതിഷേധമാണെങ്കിൽ ജനാധിപത്യ സമൂഹത്തിൽ അതൊക്കെ പരിശോധിക്കുമല്ലോ. ഇക്കാര്യത്തിൽ ഉണ്ടായത് പുതിയൊരു തീരുമാനം എടുക്കലല്ല. നിലവിലുള്ള ബാറിൻ്റെ പ്രവർത്തന സമയം ഏകീകരിക്കുക എന്നതല്ലാതെ പുതിയൊരു തീരുമാനവും അതിലില്ല. അത് വിവേചനപരമായി മാറിയാൽ സ്വാഭാവികമായും അത് ഒരു കൂട്ടർ ചോദ്യം ചെയ്യുമല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഒരു ഏകീകരണം ഉണ്ടായത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയമാണ്. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ സഭ ഈ മദ്യനയത്തെ ചൊല്ലി സഭ ഇടഞ്ഞു നിൽക്കുമ്പോൾ അത് എങ്ങനെയാണ് ഇടതുപക്ഷവും തമ്മിൽ ഇപ്പം ഒരു പിണക്കത്തിലുമില്ല. സഭയുമായി നല്ല സൗഹൃദത്തിലാണ്. എന്ന് മാത്രമല്ല, സഭയുടെ അരമനകൾ തോറും BJPക്കാർ കേക്കുവായി പോയതിൻ്റെ തൊട്ടടുത്ത ദിവസം ഉത്തരേന്ത്യയിൽ കന്യാസ്ത്രീകളെയും വൈദികരെയും ആക്രമിക്കുകയും പള്ളി ആക്രമിക്കുകയുമാണ് ചെയ്യുന്നത്. അത് യഥാർത്ഥത്തിൽ സഭക്കറിയാം. അതുകൊണ്ട് സഭയും ഇടതുപക്ഷവും തമ്മിൽ ഒരിക്കലും ഏറ്റുമുട്ടൽ പാതയിലല്ല. ബാറുകാരുടെ നിരന്തരമായ ഒരു ആവശ്യം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അംഗീകരിച്ചതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ഒരു ദുരുദ്ദേശവും ഇല്ല. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM ഭൂരിപക്ഷ പ്രീണനത്തിലേക്ക് പോയി എന്ന് പരക്കെ അങ്ങനെ ഒരു ആക്ഷേപം. അതായത് CPM ഭൂരിപക്ഷ പ്രീണനമാണ് നടത്തുന്നതെന്ന രീതിയിൽ ഒരു ബ്രാൻഡ് ചെയ്യപ്പെടാനുള്ള ഒരു പ്രധാന കാരണം എന്താണ്? മനുഷ്യരെ പ്രീണിപ്പിക്കുന്നുണ്ട് ഇടതുപക്ഷം. അത് ഭൂരിപക്ഷം മാത്രമാണോ മനുഷ്യർ?
എല്ലാ ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യർ. പക്ഷെ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രമായി ഇങ്ങനെ പ്രീണിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ അയ്യപ്പ സംഗമം ഉൾപ്പെടെ കർഷക തൊഴിലാളികൾക്ക് അവർ രക്ഷമെന്നാണല്ലോ പറയുന്നത്. കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കുന്ന സർക്കാർ ഇടതുപക്ഷം, മദ്രസാധ്യാപകർക്ക് പെൻഷൻ കൊടുക്കുന്നത് ഇടതുപക്ഷം, കന്യാസ്ത്രീകൾക്ക് പെൻഷൻ കൊടുക്കുന്നത് ഇടതുപക്ഷം, ആചാര്യ സ്ഥാനീയന്മാർക്ക് പെൻഷൻ കൊടുക്കുന്നത് ഇടതുപക്ഷം. ഇതിലേത് കൂട്ടറിയാ പ്രീണിപ്പിച്ച്? എന്തുകൊണ്ടാൽ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ട പാവപ്പെട്ടവരോടൊപ്പം ഞങ്ങൾ, ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും അവരെല്ലാം മനുഷ്യരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളിലുള്ളത് മാനവരക്തമാണ് എന്ന്. മനുഷ്യമോചനത്തിനാണ് ഇടതുപക്ഷം പ്രവർത്തിക്കുന്നത്. ഈ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ ആപത്താണ്, ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് CPM. എന്തുകൊണ്ടാണ് ഈ വെള്ളാപ്പള്ളി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തെ തിരുത്താൻ തയ്യാറാകാത്തത്? പ്രത്യേകിച്ച് മുഖ്യമന്ത്രി. വെള്ളാപ്പള്ളിയോടാണ് ചോദിക്കേണ്ടത്. പക്ഷെ മുഖ്യമന്ത്രി എങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ തിരുത്താൻ തയ്യാറാകുന്നില്ല. വെള്ളാപ്പള്ളിയുടെ തെറ്റായ കാര്യങ്ങളെ പാർട്ടി എല്ലാ കാലത്തും നിലപാട് സ്വീകരിച്ചു പറഞ്ഞിട്ടുണ്ട്. തെറ്റിനെ തെറ്റാണ്. എന്നാൽ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും ഇവരുയർത്തുന്ന വർഗീയതയെയും അതിശക്തമായി എതിർക്കുന്ന ഇടതുപക്ഷത്തെ തിരിച്ചറിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. അല്ലാതെ അതിൻ്റെ അകത്ത് ഒരു വർഗീയതയും താലോലിക്കുന്ന പ്രശ്നം ഇടതുപക്ഷത്തിനില്ല. ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞത് വർഗീയത തന്നെയാണ്, അത് എതിർക്കപ്പെടേണ്ടതാണ് എന്ന അഭിപ്രായം CPMനുണ്ട്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എതിർക്കപ്പെടേണ്ടതാണ് എന്നാണ് CPMന്റെ അഭിപ്രായം. പക്ഷെ അതൊരു എന്തുകൊണ്ട് അദ്ദേഹത്തെ തിരുത്താൻ വേണ്ടി പരസ്യമായി പോലും തിരുത്താനായിട്ട് എന്തുകൊണ്ട് CPM തയ്യാറാകുന്നില്ല? CPM അല്ല. അല്ല, അദ്ദേഹം പറഞ്ഞത് അങ്ങനെ പറയാൻ പാടില്ല എന്നൊരു ഘട്ടത്തിൽ പോലും CPM പറയുന്നില്ലല്ലോ. സെക്രട്ടേറിയറ്റിന്റെ സ്റ്റേറ്റ്മെന്റിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ നിലപാട്. ഒന്നാം പിണറായി സർക്കാർ പടിയിറങ്ങിയ സമയത്ത് ഏറ്റവും മികച്ച വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ, ജനങ്ങളുടെയൊക്കെ ഒരു കയ്യടി നേടിയ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ ഒരു തർക്കവുമില്ലാതെ ആരോഗ്യവകുപ്പ് തന്നെയായിരുന്നു. കാരണം അവസാന സമയത്തുണ്ടായ കോവിഡ് മഹാമാരി വളരെ ഫലപ്രദമായി നേരിടാൻ ആ വകുപ്പിന് കഴിഞ്ഞു. പക്ഷേ ഈ 2021 തുടർഭരണത്തിലേറിയ സർക്കാർ പടിയിറങ്ങുന്ന വേളയിൽ ആരോഗ്യവകുപ്പിൽ നിന്നുള്ള അത്ര നല്ല ഒരു റിസൾട്ടല്ലല്ലോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യവകുപ്പിൻ്റെ മേന്മ തിരിയണമെങ്കിൽ ശിശുമരണ നിരക്ക് അമേരിക്കയേക്കാൾ കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. അത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ്. മാതൃമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞത് ഇന്ത്യയിൽ കേരളമാണ്. അതും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. അവയവമാറ്റ ശസ്ത്രക്രിയയിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് സർക്കാർ ആശുപത്രികളിൽ ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തിയത് രണ്ടാം പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ കാലത്താണ്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനമുള്ള മെഡിക്കൽ കോളേജ് വരെയുള്ള ഏതാണ്ട് സർക്കാരിൻ്റെ കീഴിലുള്ള ആശുപത്രികളിൽ 80% ദേശീയ ഗുണനിലവാര സർട്ടിഫിക്കറ്റ് നേടി മുമ്പിലെത്തിയത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ രോഗികൾക്ക് നൽകിയ സംസ്ഥാനമെന്നുള്ള ഖ്യാതി കിട്ടിയത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. അതോടൊപ്പം ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് കോവിഡ് ഉണ്ടായത്. വീണ്ടും കോവിഡ് വരണമെന്ന് ആഗ്രഹിക്കാത്ത ആളാണ് ജയരാജൻ. 3 മാസമാണ് കോവിഡ് പിടികൂടിയിട്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ കിടക്കേണ്ടി വന്നത്. തട്ടിപ്പോയി എന്ന് വാർത്ത വന്നതാണ്. ജയരാജൻ ഉറപ്പിച്ചു പറയും, ഇന്നെ രക്ഷിച്ചത് ആ സർക്കാരിൻ്റെ മെഡിക്കൽ കോളേജാണ്. അതുകൊണ്ട് അന്നേറ്റവും മികച്ച നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായി ഇന്നും അതിൻ്റെ മികവുണ്ട്. അതാണ് സത്യം. നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 സ്ഥാനാർത്ഥിത്വ ചർച്ചകളൊക്കെ ഏറെക്കുറെയൊക്കെ പൂർത്തിയായി കാണും. ഇനിയൊക്കെ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം മാത്രമേ ബാക്കിയുള്ളൂ. CPMൽ ഏറെക്കുറെയൊക്കെ ധാരണ ആയിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ MV ജയരാജൻ എവിടെയാണ് മത്സരിക്കുന്നത് ഇത്തവണ? MV ജയരാജനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് താങ്കൾക്ക് വലിയ ആഗ്രഹമുള്ളതുപോലെ ഉണ്ടല്ലോ. എന്തായാലും പ്രമുഖരൊക്കെ കളത്തിലിറങ്ങിയല്ലേ മതിയാവും. ജയസാധ്യതയുള്ളവർ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടാവും. അപ്പോൾ അങ്ങയുടെ ജയസാധ്യത അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അത് ജനങ്ങൾ വിലയിരുത്തേണ്ടതാണ്, ഞാനല്ല. എന്നെപ്പറ്റി ഞാനല്ല പറയേണ്ടത്, ജനങ്ങളാണ്. മത്സരരംഗത്തുണ്ടാകില്ല എന്ന് ഉറപ്പിച്ചോ? ഉണ്ടാകില്ല എന്നുറപ്പിക്കാനോ ഉണ്ടാകുമെന്ന് പറയാനോ ഞാൻ ആളല്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ജയരാജനേക്കാൾ മികച്ചവർ നമ്മുടെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടാവും. പുതുമുഖങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെന്താ തർക്കം? ഒരു പുതുമുഖങ്ങളെ പരീക്ഷിക്കാൻ പറ്റിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണോ LDF, പ്രത്യേകിച്ച് CPM? അല്ല, പുതുമുഖങ്ങളാണല്ലോ വളർന്നു വരേണ്ടത്.
അതിലൊന്നും ഒരു തർക്കവുമില്ല. ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി. താങ്ക് യു. ശരി.